സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടായെന്ന് CPI സംസ്ഥാന കൗൺസിലിൽ വിലയിരുത്തൽ. മുഖ്യമന്ത്രിക്കെതിരെയും യോഗത്തിൽ വിമർശനമുയർന്നു. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, CPI നേരത്തെ മുതൽ തന്നെ ഇത്തരത്തിൽ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ ഉണ്ടാക്കുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്ന് ഇപ്പോൾ CPI സംസ്ഥാന കൗൺസിലും വിലയിരുത്തലുണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? 14 ജില്ലാ കൗൺസിലുകളിലും CPIയുടെ നേതാക്കന്മാർ ഉയർത്തിയ തരത്തിലുള്ള വിവാദം തന്നെയാണ് ഇത്തവണ സ്റ്റേറ്റ് കൗൺസിലും അല്ലെങ്കിൽ സംസ്ഥാന കൗൺസിലെത്തിയപ്പോഴും അതേപടി തുടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ചും നവകേരള സദസ്സ് സംഘടിപ്പിച്ചപ്പോൾ ഉണ്ടായത് വലിയ തരത്തിലുള്ള പരാജയമായിരുന്നു. അതിനു പകരം ഒരു LDF ജാഥ സംഘടിപ്പിച്ചാൽ ഇതിനേക്കാൾ കൂടുതൽ വോട്ട് പാർട്ടിക്ക് ലഭ്യമാകുമായിരുന്നു. നവകേരള സദസ്സ് പലപ്പോഴും ജനങ്ങളിൽ നിന്നും അവമതിപ്പുണ്ടാക്കി എന്നാണ് CPI കൗൺസിലിന്റെ വിലയിരുത്തൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറഞ്ഞത് ക്ഷമിക്കണം തൃശ്ശൂരിലെ മേയറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പലപ്പോഴും BJPക്കും സുരേഷ് ഗോപിക്കും അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന തൃശ്ശൂരിലെ മേയറെ ഒഴിവാക്കുന്നതിന് LDF ഇടപെട്ട് കത്ത് നൽകണം എന്നായിരുന്നു ഒരു പ്രധാനപ്പെട്ട ആവശ്യം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വെച്ചത്. ഈ ആവശ്യം പിന്നീട് പരിഗണിക്കാം എന്ന് പറഞ്ഞ് മാറ്റുകയായിരുന്നു. മൊത്തത്തിൽ വലിയ തരത്തിലുള്ള ജനവിരുദ്ധ വികാരം സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നു വന്നു എന്നായിരുന്നു സംസ്ഥാന കൗൺസിലിലെ ഒട്ടുമിക്ക അംഗങ്ങളും പറഞ്ഞത്. പ്രത്യേകിച്ചും ഭരണവിരുദ്ധ വികാരം കൃത്യമായി മനസ്സിലാക്കുവാൻ മന്ത്രിമാർക്കോ മന്ത്രിസഭയ്ക്കോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം. ജനങ്ങളുടെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാൻ മന്ത്രിസഭയിൽപ്പെട്ട ഒരാൾക്കും കഴിഞ്ഞില്ല. അതുപോലെ തന്നെ പലപ്പോഴും ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതിഷേധങ്ങൾ അത് മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് പകരം ആ ജനഹിതത്തിന് വിരുദ്ധമായാണ് മന്ത്രിസഭയുടെ ഓരോരുത്തരും പ്രവർത്തിച്ചതെന്നും ഉള്ള തരത്തിലുള്ള വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്തായാലും സംസ്ഥാന കൗൺസിലിൽ CPMന്റെ സ്റ്റേറ്റ് സംസ്ഥാന സമിതിയിലുണ്ടായ അതേ തരത്തിലുള്ള ഒരു വലിയ ഒരു ആക്ഷേപം തന്നെയാണ് അല്ലെങ്കിൽ പരാതി തന്നെയാണ് CPIയുടെ സംസ്ഥാന കൗൺസിലിലും ഉയർന്നു വന്നത് ശ്രദ്ധേയമാണ്. കാരണം ഭരണവിരുദ്ധ വികാരം വലിയ തോതിൽ സംസ്ഥാനത്ത് ഉയർന്നു വന്നുവെന്ന് സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നലെ സംസ്ഥാന കൗൺസിൽ അവസാനിച്ചത്. മറ്റൊരു പ്രത്യേക കാര്യം, ഇനി വരാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളാണ്. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് LDFന് പരമാവധി സീറ്റ് നേടിക്കൊടുക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങണം. അത്തരത്തിൽ നീങ്ങിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. പ്രത്യേകിച്ചും സിവിൽ സപ്ലൈസ് വകുപ്പ്, അതായത് ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുണ്ടായ ചില വീഴ്ചകൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞിരുന്നു. അത്തരത്തിൽ ജനങ്ങൾക്ക് കിറ്റ് ഉൾപ്പെടെ നൽകിയെങ്കിൽ പോലും യഥാർത്ഥത്തിൽ വില കൂടുതലുള്ള സമയങ്ങളിൽ ജനങ്ങൾക്ക് കൊടുക്കേണ്ട സാധനങ്ങൾ കൃത്യസമയത്ത് നൽകാൻ കഴിയാതിരുന്നത് വലിയ തരത്തിലുള്ള ഒരു പരാജയമായിരുന്നു. CPIയുടെ മന്ത്രിമാർ കൃത്യമായും ഇത്തരം കാര്യങ്ങൾ വീഴ്ച വരുത്താതെ മുന്നോട്ട് നോക്കി കൊണ്ടുപോകണം എന്നൊരാവശ്യവും സംസ്ഥാന കൗൺസിലിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായി CPI അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഭരിക്കുന്ന വകുപ്പുകൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഉള്ള ജാഗ്രത കാണിക്കണം എന്നായിരുന്നു ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. അതുപോലെ വരാൻ പോകുന്ന തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ഉണ്ടാകുന്നത് ഒരിക്കലും പരാജയം ഉണ്ടാക്കാത്ത തരത്തിൽ കൃത്യമായ തരത്തിൽ LDFുമായി കൂട്ടി ആലോചിച്ചുകൊണ്ട് വിജയം ഉറപ്പാക്കുന്ന തരത്തിലേക്ക് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാക്കണം. അതുപോലെ ഈ ഒരു ഭരണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി മറ്റൊരാളുടെ സഹായം അല്ലെങ്കിൽ മറ്റൊരു മുന്നിൽ നിന്ന് ഒരാളിനെ കൊണ്ടുവന്ന് ഭരണം ഉറപ്പാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ അതൊരിക്കലും യോജിച്ചതല്ല എന്ന തരത്തിലുള്ള ആരോപണവും ശക്തമായി ഉയർന്നു. എന്തായാലും CPI കൗൺസിലിൽ സംസ്ഥാന കൗൺസിലിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് മന്ത്രിസഭയ്ക്കെതിരെയും സർക്കാരിനെതിരെയും ഉയർന്നു വന്നത്. ഭരണവിരുദ്ധ വികാരങ്ങളെ കൃത്യമായി മനസ്സിലാക്കാതെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് വലിയ ആരോപണമായി വന്നത്. ബിനോയ്, ഇക്കാര്യങ്ങളിൽ CPIയുടെ വിലയിരുത്തലുകൾ ഒരു CPMന്റെ ഒരു വിലയിരുത്തൽ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഭരണവിരുദ്ധ വികാരവും അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ശൈലി മാറ്റണം തുടങ്ങിയ കാര്യങ്ങൾ നേതാക്കളുടെ ധാർഷ്ട്യം ഇക്കാര്യങ്ങളൊക്കെ CPMും കാണുന്നുണ്ട്. ഒപ്പം CPIയും ഇത്തരത്തിലൊരു വിലയിരുത്തൽ നടത്തുന്നു. ഇത് ഒന്നിച്ചു ചേർന്ന് പോകുന്ന ഒരു സ്വയം വിമർശനമായി നമുക്ക് കാണാൻ കഴിയുമോ? LDFൽ അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളിലൊക്കെ തുടർന്ന് ഇതൊക്കെ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് കാണാം? തീർച്ചയായും മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലി മാറ്റണം എന്ന് തന്നെയാണ് CPMും CPIയും ഒരേപോലെ ആവശ്യപ്പെടുന്നത്. കാരണം ധാർഷ്ട്യം ഒഴിവാക്കിക്കൊണ്ട് സാധാരണക്കാരുടെ അടുത്തേക്ക്, അതായത് ഈ പ്രധാനമായും CPI കൗൺസിലിലും CPMിലും ഉയർന്നു വന്നൊരു കാര്യം, മുഖ്യമന്ത്രി ജനങ്ങളുമായി ഏറ്റവും അടുത്ത് പ്രവർത്തിക്കാൻ തയ്യാറെടുക്കണം എന്ന തരത്തിലുള്ള ഒരു ആരോപണമാണ് ഉയർന്നു വന്നത്. പലപ്പോഴും മുഖ്യമന്ത്രിയെ പാർട്ടി പ്രവർത്തകർക്ക് പോലും കാണാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ഉയർന്നു വന്നിരിക്കുന്നു. ഇത് പാർട്ടിക്ക് വലിയ തരത്തിൽ അവമതിപ്പുണ്ടാക്കുന്നു. ഇത്തരം കാര്യങ്ങളിൽ നിന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ മാറി ചിന്തിക്കണം എന്നുള്ളതാണ്. കാരണം ഒരു തെറ്റുതിരുത്തൽ രീതിയിലേക്ക് പാർട്ടിയും
ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും എല്ലാം എത്തിക്കഴിഞ്ഞാൽ പാർട്ടിക്ക് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ഒപ്പം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ വലിയ തരത്തിൽ വിജയം കൈവരിക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ചും അത്തരം ഈ പാർട്ടിയിലുണ്ടായ ചെറിയ ചെറിയ വീഴ്ചകളാണ് BJP പോലുള്ള സംഘടനകൾ മുതലെടുത്തത്. തൃശ്ശൂരിലുണ്ടായ വിജയവും അത്തരത്തിൽ LDF-നകത്തുണ്ടായ ചില വീഴ്ചകളാണ് ഇത്തരത്തിൽ തൃശ്ശൂരിൽ BJP-യുടെ വിജയത്തിന് വഴിവെച്ചത്. തിരുവനന്തപുരത്ത് വലിയ തരത്തിൽ BJP-ക്ക് വോട്ട് നേടാൻ കഴിഞ്ഞതും ഇത്തരത്തിലുള്ള വീഴ്ചകളാണ്. ആ വീഴ്ചകൾ ഒഴിവാക്കാൻ പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കണം, അല്ലെങ്കിൽ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ അതിന് ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു വയ്ക്കുന്ന CPM-ഉം ഒരേ തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് മുന്നോട്ട് കൊണ്ടുവരുന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്നുള്ളത് എല്ലാ തരത്തിലും എല്ലാ അർത്ഥത്തിലും വ്യക്തമാക്കുന്ന തരത്തിൽ രണ്ട് പാർട്ടികളും പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം ഈ സമീപകാലങ്ങളിലുണ്ടായ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ആളുകൾ അടിസ്ഥാനവർഗം പാർട്ടിയിൽ നിന്നും അകർന്നു പോകാനിടയായ ഒരു സാഹചര്യം, അത്തരം സാഹചര്യങ്ങളിലേക്ക് വഴിവെച്ചതെല്ലാം തന്നെ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് എന്നാണ് രണ്ട് പാർട്ടിയിലുള്ള നേതാക്കളും വ്യക്തമാക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ രണ്ട് പാർട്ടികളും തെറ്റുതിരുത്തി മുന്നോട്ട് പോകാൻ തയ്യാറാകും എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് CPI ഒരു കാര്യം എടുത്തു പറയുന്നത്, ആരെയും വ്യക്തമായി കുറ്റം പറയേണ്ട കാര്യമില്ല, പക്ഷേ ഭരണവികാരം അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം ശക്തമായി ഉണ്ടായി, ആ വീഴ്ചകൾ കണ്ടെത്തുകയും ആ വീഴ്ചകൾ താഴെ തട്ട് മുതൽ അണികളിൽ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള വിജയം കൈവരിക്കുവാൻ CPI-ക്ക് അല്ലെങ്കിൽ LDF-നും CPM-നും എല്ലാം കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ശരി ബിനോയ്, മറ്റൊരു